ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പർ ഷോളയാർ ഡാമിന് മുന്നിൽ നിന്ന് ഐശ്വര്യമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലെ മക്കളെ എല്ലാവരും പോകല്. ചെറുതായിട്ട് ചലിക്കണേന് കുഴപ്പമില്ല. പിന്നല്ല അങ്ങ് ഏറ്റവും മുകളിൽ വരെ പോകും നമ്മള്. പിന്നല്ല. ഹലോ, അങ്ങനെ ഇരുന്നോ കേട്ടാ. കൊരങ്ങന്മാരെ പേടിക്കണ്ട, അത് എന്റെ സംഭവം. സാറേ ഹാപ്പി അല്ലേ? അത് നമ്മളെ ആ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഗുണമാണ്. ഓക്കെ. ഹായ്, ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിലെത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പർ ഷോളയാർ ഡാം. മലക്കപ്പാറ യാത്ര കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്തി. അപ്പർ ഷോളയാർ ഡാമിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, അപ്പർ ഷോളയാർ ഡാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ പിന്നാലെ വരുന്നതാണ്. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പർ ഷോളയാർ ഡാമിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഈ കാഴ്ച ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ എന്നാ പേര് പറഞ്ഞോ? എങ്ങനെ, ഇത് കൊള്ളാമോ? യാത്ര നല്ലതാ മോശം അതേ ഒട്ടും കൊള്ളൂലേ? നന്നായിരിക്കുന്നു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? ഏത് സ്ഥലം? തമിഴ്നാടോ കേരളോ? കേരളം. അങ്ങനെ വരട്ടെ. പേരും കൂടെ പറ. അതാ നമ്മളെന്തോ കഴിച്ചുകൊണ്ടിരിക്കണോണ്ടാണ്. പക്ഷേ കൊള്ളാം. ഓക്കെ. അപ്പോൾ വെള്ളം കുറവാണ് എന്നുള്ളതാണ് സാറ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ നിങ്ങളെ അല്ല എടുക്കുന്നത്. കാരണം അത് അങ്ങോട്ട് തിരിയുമ്പോൾ ഓർത്തോളണം. ചേച്ചിയെ നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരെ നമ്മൾ എടുക്കുന്നത്? അതുകൊണ്ട് ചേച്ചി ഇപ്പം ഇവിടെ വന്നു. നല്ല കാറ്റും കുളിർമയൊക്കെ ഉണ്ട്. ഇത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? അത് കേൾക്ക്. കമന്ററി പറയണം. പിന്നെ ഇത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടി. അതുകൊണ്ട് പക്ഷെ ഇനി വരുന്നവർക്ക് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെല്ലാം നമ്മൾ മറന്ന്. കാരണം നല്ല പ്രകൃതി, സ്വച്ഛമായ പ്രകൃതി. സുഖമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കും എത്ര നേരം വേണമെങ്കിലും കാറ്റ് കൊണ്ട്. അവർ പറയും അരമണിക്കൂർ കഴിഞ്ഞ് ചെല്ലായി. നമ്മൾ പോകൂല. ഇനി എന്ത് തന്നെ ആയാലും പോകൂല. അരമണിക്കൂറല്ല, 1 മണിക്കൂർ കഴിഞ്ഞാലും പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുകയാണ്. ചേച്ചി അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലം തന്നെ അല്ലേ? ഇവിടെ നമ്മൾക്ക് പരാതിയൊന്നുമില്ല. കൊള്ളാം. ഹലോ മക്കളെ, എടാ നിന്റെ അഭിപ്രായം എന്താണ്? കാഴ്ച കൊള്ളാമോ? സൂപ്പർ, വെരി ഗുഡ്. മക്കളെന്ത് പറയുന്നത്? അത് തന്നെ. മക്കൾക്ക് ഇഷ്ടപ്പെട്ടാ? അത് തന്നെ. അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സംഭവം. ആ കോഡ് ഭാഷ നമ്മൾ വരാൻ ഇടവരട്ടെ. ഇട്ട് വരട്ടെ. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മുടെ മറ്റേ സുഹൃത്തുക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ്. ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ അങ്ങനെ നിൽക്കുന്നത് ദേവിച്ചേട്ടനാണ് ഫോട്ടോഗ്രാഫർ. പിന്നെ കാരണം അത് അത്ര മനോഹര സ്ഥലമായതുകൊണ്ട് എല്ലാവരും ഐശ്വര്യമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, നടക്കുകയും ചെയ്യുന്നുണ്ട്. വീട് പുറം തേക്കുമൂട്ടിപ്പടി തന്നെ. തേക്കുമൂട്ടിപ്പടി അത് ആ പിറവത്ത് ഇത് കടങ്കി അങ്ങ്. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇഷ്ടപ്പെട്ടില്ലേ? ഇന്നല്ലാതെ ഇഷ്ടപ്പെടാതെ എവിടെ പോവാൻ? ഓക്കെ, വളരെ നല്ല. ഇപ്പോഴാണ് നമുക്കൊന്ന്
ഒരു ഐശ്വര്യമായിട്ട് അല്ലേ, ഒരു റിലാക്സേഷൻ കിട്ടി. ഒരു പരിചയമില്ലാത്തോണ്ട് എൻ്റെ ഒരു ഫോട്ടോ അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഫോട്ടോ മാത്രം. ഇനി മാത്രമല്ല, ചേച്ചിക്ക് ചിലപ്പോൾ സിനിമയിൽ കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പരിഗണിച്ച് വല്ല ചായയെങ്കിലും വാങ്ങി തന്നാലും തെറ്റില്ല. കുഴപ്പമില്ല, അത് നല്ല കാര്യം. ഓക്കെ, നമ്മുടെ ഒരു സെലിബ്രിറ്റിയാണ് ആ നിൽക്കുന്നത്. ഓക്കെ ജയൻ സാറേ, നമസ്കാരം. അപ്പോൾ നല്ല ഐശ്വര്യമുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. വ്യൂ പോയിന്റ്, നല്ല വ്യൂ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, സൂപ്പർ ഡാൻസ് ആയിരുന്നു, നല്ല ഡാൻസ് ആയിരുന്നു പറയാം. അപ്പോൾ അതുകൊണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ല, അപ്പോൾ പഠിക്കാതിരുന്നിട്ട് തന്നെ ഇത്രയും നമ്മൾ ഡാൻസ് ചെയ്യണം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഷോളയാർ അപ്പർ ഷോളയാർ ഡാമിൻ്റെ അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ശുദ്ധവായു, മനോഹരമായ പ്രകൃതി, അതാണ് ഷോളയാർ ഡാം. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം റെഡിയായിരിക്കുകയാണ്. ചാനൽ കൊള്ളാം, നന്നായിട്ടുണ്ട് ചേട്ടാ. എന്താ വേണം? ഇത് എങ്ങനെ, നല്ല ഡാൻസ് പാട്ട്? അത് നല്ലതാണ്. അല്ല ഇല്ല. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ അപ്പർ ഷോളയാർ ഡാമിൽ നിൽക്കുകയാണ്. പുറത്തുനിന്ന് വന്ന ബഡ്ജറ്റ് ടൂറിസം KSRTC. നമുക്ക് കണ്ണൂരിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നു, കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം നല്ല സ്നേഹമുള്ള നല്ല ശുദ്ധഹൃദയന്മാരായ സുഹൃത്തുക്കളാണ്. അത് ശരിയാണ്, അത് എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേട്ടാ, ഇത് എപ്പോഴാണ് നമ്മൾ പുറപ്പെട്ട് വന്നത്? മിനിഞ്ഞാന്ന് രാവിലെ രാത്രി. എന്നിട്ട് ഇവിടെ താമസിക്കുകയും അന്ന് താമസിക്കും ആലപ്പുഴ. ഇവിടെ എത്തി കുട്ടനാട്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് നമ്മുടെ യാത്രയെക്കുറിച്ച് അഭിപ്രായം? വളരെ കറക്റ്റാണ്. അയ്യോ, നമ്മൾ ഉള്ള പൈസയെല്ലാം ചെലവഴിച്ച് വിദേശത്തും അവിടെ ഇവിടെയൊക്കെ പോണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടുത്തെ ആ ഒരു പ്രകൃതിയും ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, നല്ല കുളിർമ, നല്ല അന്തരീക്ഷം. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല, ഞങ്ങൾക്ക് പുറത്ത് പോകാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് കണ്ണൂരും ചിലപ്പോൾ പോകാൻ തോന്നുന്നില്ലായിരിക്കും. പക്ഷേ ഇവിടെ നിൽക്കണ്ട, ഇത് കഴിഞ്ഞാൽ നമ്മളെ വീട് അവിടെയാണല്ലോ, പിന്നെ നമുക്ക് പോവാതിരിക്കാൻ ഒക്കില്ല. ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക് യു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ അപ്പർ ഷോളയാർ ഡാമിൽ നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി പർവ്വത്തു നിന്ന് വന്ന ട്രാൻസ്പോർട്ട് ബസ്സാണ് അവിടെ കിടക്കുന്നത്. അതിൻ്റെ കോർഡിനേറ്റർമാർ, ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മാരാറിയേട്ടനുണ്ട്. മിക്കവാറും പേരൊക്കെ വണ്ടിയിൽ കയറി റെഡിയായി ഇരിക്കുകയാണ് പോകാനായിട്ട്, തിരിച്ചു പോകാൻ റെഡിയായിരിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു ചായക്കട, നല്ല ശുദ്ധമായ ചായ കണ്ടോ, ഇത് എനിക്ക് കിട്ടിയ ചായ നല്ല കട്ടൻ ചായയാണ്. നല്ല ചുക്കൊക്കെ ചേർത്ത നല്ല ഐശ്വര്യമായിട്ട് കിട്ടുന്ന ചായയാണ്.
ആ ചേട്ടൻ തന്നെ ചേട്ടാ. ചേട്ടൻ്റെ പേരെന്തോന്ന് ചേട്ടാ? ഗുണശേഖരൻ അല്ല, ടാറ്റ ടീ. അതാണ് അതിൻ്റെ രസം. പിന്നെ വേറെ കടികളും ഒക്കെ ഉണ്ട് താല്പര്യമുള്ളവർക്ക്. കോളിഫ്ലവർ ഫ്രൈ, മുളക് ബജി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയ ഒരു കടയാണെങ്കിലും ശുദ്ധമായ സാധനം കിട്ടും. നല്ല പ്രകൃതിയാണ്, കുളിർകാറ്റാണ്. അത് അനുഭവിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കട്ടൻ ചായയും കുടിച്ചിരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഐശ്വര്യമാണ്. ഗുണശേഖരൻ ചേട്ടൻ്റെ കട. ഓക്കെ സുഹൃത്തുക്കളെ, ബായ് ബായ്. ഹലോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അപ്പർ ഷോളയാർ ഡാമിൽ നിന്ന് തിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു അപ്പർ ഷോളയാർ എന്ന് പറയുന്നത്. അപ്പോൾ മലക്കപ്പാറ ട്രിപ്പ് ഇവിടെ അപ്പർ ഷോളയാർ ഡാം വരെ വരും. ഇത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നു, ഇനി തിരിച്ചു പോവുകയാണ്. ഇനി നേരെ മലക്കപ്പാറ വഴി, വാടച്ചാല് വഴി, അതിരപ്പള്ളി വഴി നേരെ കുറവത്തേക്ക് പോവുകയാണ്. ഇനി വഴിയിൽ എന്തെങ്കിലും പ്രത്യേക കാഴ്ചകളുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. അങ്ങനെ വളരെ മനോഹരമായ പ്രകൃതി, തിക്ക് ഫോറസ്റ്റ്, ശുദ്ധവായു, സ്വച്ഛമായ പ്രകൃതി, കുളിർമ, മന്ദമാരുതൻ, അങ്ങനെ ഐശ്വര്യമായി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നാലെ വരുന്നതാണ്. അത് ഒരു ആഘോഷമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ബാമ്പല്ല, പേടിക്കണ്ട. ഓക്കെ, ബായ്.